വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 2-ാം സർഗത്തിലത്തെ 31-ാമത്തെ ശ്ലോകം സുതീക്ഷ്ണൻ്റെ സ്തുതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ സുതീക്ഷ്ണൻ പറഞ്ഞു, ഹേ രാമ, രജസ്തമോ ഗുണങ്ങൾ നശിച്ച് ശുദ്ധ സത്വസ്വരൂപനായിട്ട് വിളങ്ങുന്ന അങ്ങ്, സർവത്തെയും കാണുന്ന അങ്ങ്, അങ്ങയുടെ പാദകമലത്തെ ഞാനിതാ ഇപ്പം ശരിക്കും എനിക്ക് എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് പ്രത്യക്ഷമായിട്ട് എൻ്റെ ഈ സ്ഥൂലമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചു. പിന്നെ സജ്ജനങ്ങളല്ലാത്തവർക്ക് അങ്ങയെ അറിയാൻ കഴിയില്ലാച്ചാലും അങ്ങയുടെ നാമം ജപം കൊണ്ട് ആരുടെ മനസ്സാണോ പരിശുദ്ധമായിരിക്കുന്നത് അവരുടെ ദൃഷ്ടിക്ക് അങ്ങ് ഗോചരനായിട്ട് ഭവിക്കുന്നു. അതായത് ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് ഈശ്വര ദർശനത്തിന് ഏറ്റവും വേണ്ടതെന്നും ആ ഹൃദയപരിശുദ്ധി എങ്ങനെ ലഭിക്കാം, രാമനാമ ജപം കൊണ്ട് ലഭിക്കാം എന്നുമാണ് ഇപ്പോൾ സുതീക്ഷൻ പറയണം അല്ലേ. ഇനി 32. പശ്യാമി രാമ തവ രൂപമരൂപിണോപി മായാവിഡംബനകൃതം സുമനുഷ്യവേഷം കന്ദർപ്പകോടിസുഭഗം കമനീയചാപബാണം ദയാർദ്രഹൃദയം സ്മിതചാരുവക്ത്രം. എന്തൊരു ഭംഗിയല്ലേ. രാമ, ഹേ രാമ, അരൂപിണഃ അപി തവ, അങ്ങ് അരൂപിയാണ്, ഫോംലെസ്സാണ്, ഫോമില്ല, രൂപമില്ല അങ്ങയ്ക്ക്, അരൂപിയാണെങ്കിലും അങ്ങയുടെ മായാവിഡംബനകൃതം, മായയെ സ്വീകരിച്ച് കന്ദർപ്പകോടി സുഭഗം, അതായത് കോടി കോടി മന്മഥനെ പോലെ സുന്ദരനും, കമനീയ ചാപ ബാണം, മനോഹരങ്ങളായിട്ടുള്ള അമ്പും വില്ലുകളോട് കൂടിയതും, ദയാർദ്രഹൃദയം, ദയയാൽ ആർദ്രമായിട്ടുള്ള ഹൃദയത്തോടു കൂടിയും, സ്മിത ചാരുവക്ത്രം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള മനോഹരമായ മുഖത്തോടു കൂടിയതും, സുമനുഷ്യവേഷരൂപം, നല്ല മനുഷ്യരൂപം എടുത്തതുമായ അങ്ങയെ ഞാനിതാ കാണുന്നു. എന്താ പറഞ്ഞ വെച്ചാൽ അങ്ങ് ശരിക്കും അരൂപിയാണ് അല്ലേ, നിർഗുണനാണ്, നിഷ്കളനാണ് അല്ലേ. അങ്ങ് അരൂപിയാണ്, രൂപമില്ലാത്തവനാണ്. ഹേ രാമ, അങ്ങ് രൂപരഹിതനാണെച്ചാലും ഈ മായയിലത്തെ സത്വഗുണത്തിനെ സ്വേച്ഛയാ സ്വീകരിച്ചിട്ട് കോടി മന്മഥന്മാർക്ക് തുല്യമായിട്ടുള്ള സൗന്ദര്യമുള്ളതും എത്രയും നല്ല ഭംഗിയുള്ള ചാപബാണങ്ങളെ ധരിച്ചവനും അതിലും അധികം അങ്ങേയറ്റം ദയാർദ്രമായ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന പുഞ്ചിരിയോടുകൂടിയ മുഖത്തോടു കൂടിയതുമായ അങ്ങയുടെ ഈ അതികമനീയമായ മനുഷ്യരൂപത്തെ ഞാനിതാ എൻ്റെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നു. പശ്യാമി രാമ തവ രൂപമരൂപിണോപി മായാവിഡംബനകൃതം സുമനുഷ്യവേഷം കന്ദർപ്പകോടിസുഭഗം കമനീയചാപബാണം ദയാർദ്രഹൃദയം സ്മിതചാരുവക്ത്രം. 33. സീതാസമേതമജിനാംബരമപ്രധൃഷ്യം സൗമിത്രിണാ നിയതസേവിതപാദപദ്മം നീലോത്പലദ്യുതിമനന്തഗുണം പ്രശാന്തം മദ്ഭാഗധേയമനിശം പ്രണമാമി രാമം. സീതാസമേതം, സീതയോടുകൂടിയവനും, അജിനാംബരം, കൃഷ്ണമകം തോലാകുന്ന വസ്ത്രത്തോടു കൂടിയവനും അല്ലേ. ഇപ്പം കാട്ടിൽ രാജാക്കന്മാരുടെ വസ്ത്രമൊന്നുമല്ലല്ലോ. അപധൃഷ്യം, അതായത് അതിക്രമിക്കപ്പെടുവാൻ ഒരിക്കലും കഴിയാത്തവനും, സൗമിത്രിണ, അതായത് ലക്ഷ്മണനാൽ നിയതസേവിത പാദപത്മം, വേണ്ട പോലെ സേവിക്കപ്പെടുന്നവനും, സേവിക്കപ്പെട്ട പാദപത്മത്തോടു കൂടിയവനും, നീലോൽപ്പലദ്യുതിം, നീലത്താമരയുടെ കാന്തി പോലത്തെ ഉള്ള ഭംഗിയോടുകൂടിയവനും, അനന്തഗുണം,
അതായത് നിസ്സീമമായ ഗുണങ്ങളോട് കൂടിയവനും പ്രശാന്തം ഏറ്റവും ശാന്തനും മദ്ഭാഗധേയം എൻ്റെ ഭാഗ്യമൂർത്തിയുമായ രാമം അനിശം പ്രണമാമി, ഞാനിതാ അങ്ങയെ പ്രണമിക്കുന്നു, എപ്പോഴും പ്രണമിക്കുന്നു. എന്താ പറഞ്ഞ, സീതാ ലക്ഷ്മണ സമേതനായിട്ട് കൃഷ്ണമൃഗത്തിൻ്റെ തോല് ധരിച്ച് ആർക്കും ജയിക്കാൻ കഴിയാതെ ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന പാദാരവിന്ദങ്ങളോടുകൂടിയും നീലത്താമര പോലുള്ള നിറത്തോടു കൂടിയതും നിസ്സീമമായ ഗുണങ്ങളുടെ ഉറവിടമായവനും പ്രശാന്തനും എൻ്റെ ഭാഗ്യം രൂപം പൂണ്ട് വന്നിരിക്കുന്നവനുമായ രാമനെ ഞാൻ നിരന്തരം നമസ്കരിക്കുന്നു. എൻ്റെ ഭാഗ്യം തന്നെ സ്വരൂപമെടുത്ത് വന്നതാണെന്നാണ് പറയണത്. എന്താച്ചാൽ ഭക്തന്മാരുടെ അതായത് ഭഗവാന് ശരിക്കും ഭക്തന്മാർക്ക് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഭഗവാൻ ശരീരമെടുക്കണം. നമ്മളെപ്പോലെയല്ല. നമ്മളൊക്കെ കർമ്മബന്ധനം കൊണ്ടാണ് അതായത് പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ശരീരമെടുക്കുന്നത്. ഭഗവാന് കർമ്മബന്ധനമൊന്നുമില്ലല്ലോ. ഭഗവാൻ ലോക നന്മയ്ക്കായിട്ടാണ് ശരീരമെടുക്കണം. അതുകൊണ്ടാണ് എൻ്റെ ഭാഗ്യസ്വരൂപൻ എന്ന് പറയുന്നത്. എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള പല ഭക്തന്മാർക്കും കാണാൻ വേണ്ടിയിട്ടാണ് സ്വരൂപമെടുത്ത് വന്നിരിക്കുകയാണ്. ഭാഗ്യം തന്നെ സ്വരൂപമെടുത്ത് വന്നിരിക്കുകയാണെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഭഗവാന് സ്വരൂപമെടുക്കണ്ടല്ലോ. ഭക്തന്മാരെ അനുഗ്രഹിക്കാനാണ്, അല്ലെങ്കിൽ ശിഷ്ടന്മാരെ രക്ഷിച്ച് അല്ലെങ്കിൽ ദുഷ്ടന്മാരെ രക്ഷിച്ച് ശിഷ്ടന്മാരെ രക്ഷിക്കാനാണല്ലോ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ. അതാണ് പറയണത് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ഭാഗ്യത്തിൻ്റെ രൂപം പൂണ്ട ശ്രീരാമനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. സീതാസമേതമജിനാംബരമപ്രധൃഷ്യം സൗമിത്രിണാ നിയതസേവിതപാദപത്മം നീലോൽപലദ്യുതിമനന്തഗുണം പ്രശാന്തം മദ്ഭാഗധേയമനിശം പ്രണമാമി രാമം. ഇനിയോ, ജാനന്തു രാമ തവ രൂപമശേഷദേശകാലാദ്യുപാധിരഹിതം ഘനചിത് പ്രകാശം പ്രത്യക്ഷതോദ്യമമഗോചരമേതദേവാ രൂപം വിഭാതു ഹൃദയേന പരം വികാംക്ഷേ. രാമ, ഹേ രാമ, തവ രൂപം, അങ്ങയുടെ രൂപത്തെ അശേഷ ദേശ കാലാദ്യുപാധിരഹിതം, അതായത് ദേശകാലാവധിയും നിർമുക്തം എന്നാണ്. ദേശകാലാവധിഭ്യം നിർമുക്തനാണെന്ന് അതന്നെയാണ് പറയണത്. നാരായണീയത്തിൽ നമ്മൾ ഗുരുവായൂരപ്പനെ പറ്റി പറഞ്ഞുവല്ലോ, ദേശകാലാവധിഭ്യം നിർമുക്തം എന്ന് അതന്നെ പറയണേ. അതായത് അശേഷ ദേശകാലാദ്യുപാധിരഹിതം, ദേശം കാലം മുതലായ ഒരു ഉപാധികളോട് കൂടാത്തവനും, അതായത് ദേശകാലാവധിഭ്യം നിർമുക്തനാണ്. ഘനചിത് പ്രകാശം, അതായത് നല്ല തിക്കായിട്ടുള്ള ചൈതന്യമാകുന്ന പ്രകാശത്തോടു കൂടിയ, അതായത് സാന്ദ്രം എന്ന് പറയുമല്ലോ നമ്മൾ, ഡെൻസായിട്ടുള്ള അല്ലെങ്കിൽ സാന്ദ്രമായിട്ടുള്ള ചൈതന്യമാകുന്ന പ്രകാശത്തോടു കൂടിയതുമായിട്ട്, അതാണ് ഘനചിത് പ്രകാശം. ജാനന്തു, അറിയട്ടെ, അതായത് ബാക്കിയുള്ളവരെ, പ്രത്യക്ഷതഃ അദ്യ ഗോചരം, പ്രത്യക്ഷനായിട്ട് ഇപ്പോൾ എൻ്റെ കണ്ണിന് പ്രത്യക്ഷനായി ഭവിച്ചിരിക്കുന്നു. ഏതത് ഏവ രൂപം, ഈ രൂപം തന്നെ മമ ഹൃദയേ വിഭാതു, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിക്കട്ടെ. പരം ന വികാംക്ഷേ, എനിക്ക് വേറെ യാതൊരു ആഗ്രഹങ്ങളുമില്ല. എന്താ പറഞ്ഞ, ഹേ രാമ, അങ്ങയുടെ ഈ രൂപം ഉണ്ടല്ലോ, ഇത് ദേശകാലങ്ങളിൽ നിന്നും നിർമുക്താണ്. അതായത് ദേശം കാലം എന്നിങ്ങനെയുള്ള ഒരു ഉപാധികളും ഇല്ലാത്തതും, ചൈതന്യം വെറും സ്വയം പ്രകാശ ചൈതന്യമാണെന്നും എല്ലാ യോഗികളും ബാക്കിയുള്ളവരൊക്കെ അറിയട്ടെ. ഇപ്പം പ്രത്യക്ഷമായി കാണാൻ എനിക്ക് സാധിച്ചിരിക്കുന്ന ഈ രൂപം തന്നെ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിക്കുമാറാകട്ടെ. അതായത് എനിക്ക് ഇതിന് പുറമെ എനിക്ക് വാക്കിനും മനസ്സിനും എത്താൻ കഴിയാത്ത ആ ഒരു അരൂപി ഉണ്ടല്ലോ, ആ അരൂപിയെ ഞാൻ കാക്ഷിക്കണില്ല. എനിക്കിത് കണ്ടാൽ മതി, വേറൊന്നും വേണ്ടാന്ന്. അതായത് എനിക്ക് ജ്ഞാനികളൊക്കെ ആഗ്രഹിക്കുന്ന നിർവികൽപ്പ സമാധിയെക്കാളും ആഗ്രഹം
ഇപ്പോൾ അങ്ങയെ കണ്ടും കൊണ്ട് ആ ഭക്തിരസത്തിൽ തന്നെ ഇരുന്നാൽ മതി. എനിക്ക് ഈ ഒരു അതികമനീയമായിട്ടുള്ള ഈ ഭഗവാന്റെ രൂപം എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രകാശിക്കട്ടെ, എനിക്ക് വേറൊരാഗ്രഹവും ഇല്ലയെന്ന്. ജാനന്തുരാമ തവ രൂപമശേഷദേശകാലാദ്യുപാധിരഹിതം ഘനചിത് പ്രകാശം പ്രത്യക്ഷതോദ്യ മമ ഗോചരമേതദേവ രൂപം വിഭാതു ഹൃദയേ ന പരം വികാംക്ഷേ. ഇനി 35. ഇത്യേവം ഇങ്ങനെ സ്തുതിച്ചു. സുധീക്ഷൻ്റെ സ്തുതി കഴിഞ്ഞു. ഇത്യേവം സ്തുവതസ്തസ്യ രാമ സസ്മിതമബ്രവീദ് മുനേ ജാനാമി തേ ചിത്തം നിർമ്മലം മധുപാസനാത്. ഇത്യേവം സ്തുവതം തസ്യ, ഇപ്രകാരം സ്തുതിക്കുന്ന സുധീഷ്ണനോട് രാമ സസ്മിതം അബ്രവീദ്, പുഞ്ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, മുനേ, ഹേ സുധീക്ഷ്ണ മുനേ, മധുപാസനാൽ എന്നെ ഉപാസിച്ച കാരണം തേ ചിത്തം നിർമ്മലം, അങ്ങയുടെ ചിത്തം വളരെ നിർമ്മലമായിരിക്കുന്നു എന്ന് ജാനാമി, ഞാൻ അറിയുന്നു എന്ന്. ഇങ്ങനെ സ്തുതി മുഴുമിപ്പിച്ച സുധീഷ്ണ മുനിയോട് രാമൻ എന്താ പറഞ്ഞ? ഹേ മുനി, അങ്ങയുടെ മനസ്സ് ശുദ്ധമായിരിക്കുന്നു. എന്നെ ഉപാസിച്ചത്, എന്നെ എത്രയോ കാലം അനന്യഭക്തിയോട് ഉപാസിച്ചത് കാരണം അങ്ങയുടെ ചിത്തം ശുദ്ധമായിരിക്കുന്നു എന്ന് അത് ഞാൻ അറിയുന്നുമുണ്ട് എന്ന് പറഞ്ഞു. ഇത്യേവം സ്തുവതസ്തസ്യ രാമ സസ്മിതമബ്രവീദ് മുനേ ജാനാമി തേ ചിത്തം നിർമ്മലം മധുപാസനാത്. ഇനി 4 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. 36, 37, 38, 39. അഥോഹമാഗതോ ദ്രഷ്ടും മധൃതേ നാന്യസാധനം മന്മന്ത്രോപാസകാലോകേ മാമേവ ശരണം ഗതാഃ നിരപേക്ഷ നാന്യഗതാസ്തേഷാം ദൃശ്യോഹമന്വഹം സ്തോത്രമേതൽപഠേദ്യസ്തു ത്വൽകൃതം മൽപ്രിയം സദാ സദ്ഭക്തിർമേ ഭവേത്തസ്യ ജ്ഞാനം ച വിമലം ഭവേദ് ത്വം മമോപാസനാദേവ വിമുക്തോസിഹ സർവതഃ ദേഹാന്തേ മമ സായുജ്യം ലപ്സ്യസേ നാത്ര സംശയ ഗുരും തേ ദ്രഷ്ടുമിച്ഛാമി ഹ്യഗസ്ത്യം മുനിനായകം കിഞ്ചിൽ കാലം തത്ര വസ്തും മനോമേ ത്വരയത്യലം. എന്താ പറയണത്? അതഹ അഹം ദ്രഷ്ടും ആഗത, അതുകൊണ്ട് ദർശിക്കാനായി ഞാൻ വന്നു. അതായത് അങ്ങയ്ക്ക് ദർശനം തരാൻ. മധൃതേ അന്യസാധനം എന്ന എൻ്റെ പേരിൽ ഭക്തിയല്ലാതെ വേറെ ഒന്നുമില്ല. ലോകത്തിൽ മന്മന്ത്രോപാസകാഹ, എൻ്റെ മന്ത്രത്തെ ഉപാസിക്കുന്നവരും, മാം ഏവാ ശരണംഗതാഹ, എന്നെ ശരണാഗതി അടഞ്ഞവരും, നിരപേക്ഷാഹ, യാതൊരു ആഗ്രഹങ്ങളും അപേക്ഷകളും ഇല്ലാത്തവരും, നാന്യഗതാഹ, അന്യരെ ആശ്രയിക്കാത്തവരും, ഏതൊരുത്തരോ തേഷാം അന്വഹം അഹം ദൃശ്യ, അവർക്ക് ഞാൻ എപ്പോഴും ദർശനം നൽകും. ത്വത്കൃതം മൽപ്രിയം ഏത സ്തോത്രം, അങ്ങയാൽ ചെയ്യപ്പെട്ട എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതായ ഈ സുധീക്ഷൻ ചെയ്ത സ്തോത്രത്തെ, സ്തുതിയെ, യഹ തു സദാ പഠേത്, യാതൊരുവൻ എപ്പോഴും പഠിക്കുമോ, തസ്യ മേ സദ്ഭക്തി ഭവേത്, അവന് എൻ്റെ പേരിൽ ഭക്തി ഉണ്ടാവും. വിമലം ജ്ഞാനം ച ഭവേൽ, ജ്ഞാനവും ഉണ്ടാവും. മമ ഉപാസനാത് ഏവ, എൻ്റെ ഉപാസന കൊണ്ടു തന്നെ, ത്വം ഇഹ സർവതഃ വിമുക്ത അസി, അങ്ങന്ന് ഈ ഇഹലോകത്തിലത്തെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിമുക്തനായിരിക്കുന്നു. ദേഹാന്തേ, അതായത് ഈ ദേഹം വീഴാറാവുമ്പോഴേ, ദേഹം ത്യജിക്കാറാവുമ്പോൾ, മമ സായുജ്യം ലപ്സ്യസേ, അങ്ങയ്ക്ക് സായുജ്യം ലഭിക്കും. അത്ര ന സംശയ, ഇതിൽ സംശയം ഇല്ല. തേ ഗുരും മുനിനായകം അഗസ്ത്യം, അങ്ങയുടെ ഗുരുവും മുനിശ്രേഷ്ഠനുമായ അഗസ്ത്യരെ ദ്രഷ്ടും ഇച്ഛാമി, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. തത്ര കിഞ്ചിൽ കാലം വസ്തും, അവിടെ കുറക്കാലം എനിക്ക് അഗസ്ത്യൻ്റെ അവിടെ താമസിക്കാനായിക്കൊണ്ട്, മേ മനഃ അലം തുരയതി, എൻ്റെ മനസ്സ് എനിക്ക് ധൃതിയായി, എൻ്റെ മനസ്സിൽ ധൃതി തോന്നുന്നു എന്ന്. എന്താ പറയണത് ഇതിൽ വെച്ചാൽ, അങ്ങയ്ക്ക് ഇങ്ങനെ അങ്ങയ്ക്ക് മനഃശുദ്ധി ഉണ്ടായതിനാൽ
അങ്ങയെ കാണാൻ, അതായത് എൻ്റെ നാമം ജപിച്ച് എന്നെ ഉപാസിച്ചിട്ട് അങ്ങയുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് അങ്ങയ്ക്ക് ഞാനിപ്പോൾ ദർശനം തരാൻ ഇവിടെ വന്നത്. എന്നിൽ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ കാണാൻ സാധിക്കുള്ളൂ. ഞാൻ അങ്ങനെ എന്നിൽ ഭക്തിയുള്ളവർക്ക് മാത്രമേ ദർശനം കൊടുക്കുള്ളൂ. ലോകത്തിലെ ഏതൊരാൾ എൻ്റെ ഈ നാമമന്ത്രത്തെ ഉപാസിക്കുകയും എന്നെ തന്നെ ശരണം പ്രാപിക്കുകയും വേറെ ഒന്നും ആഗ്രഹിക്കാതെ അന്യനെ ആശ്രയിക്കാതെയും ഇരിക്കുന്നുണ്ടോ, അവർക്കൊക്കെ എന്നെ എപ്പോഴും അവരുടെ ഹൃദയത്തിനുള്ളിൽ കാണാൻ സാധിക്കും. അങ്ങ് ചെയ്തത് എനിക്ക് അങ്ങ് ഇപ്പോൾ സ്തുതിച്ചില്ലേ, ഈ സ്തുതി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ സ്തുതി ആരാണ് ദിവസേന പഠിക്കണ, അവൻ്റെ മനസ്സിലും എന്നെക്കുറിച്ചുള്ള തീവ്രമായിട്ടുള്ള ഭക്തി ഉണ്ടാവും, ആത്മബോധവും ഈ സ്തുതി പഠിക്കുന്നവർക്കുണ്ടാവും. അങ്ങ് എന്നെ ഉപാസിച്ചത് കൊണ്ട് അങ്ങേ ഞാൻ ഈ ലോകത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാക്കിയിരിക്കുന്നു, സർവബന്ധനത്തിൽ നിന്നും. ശരീരം വീഴുമ്പോൾ, അതായത് മരണസമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ എൻ്റെ സായുജ്യവും അങ്ങയ്ക്ക് ലഭിക്കും, ഒട്ടും സംശയിക്കേണ്ട. അങ്ങയുടെ ഗുരുവും വളരെ മഹാത്മാവുമായിട്ടുള്ള അഗസ്ത്യ മഹർഷിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ കുറച്ചു കാലം താമസിക്കണം എന്ന് എൻ്റെ മനസ്സ് ധൃതി കൂട്ടുന്നു. അങ്ങോട്ട് പോകാൻ എനിക്ക് വൈകി എന്ന് പറയാണ്. അതാണ് അവസാനത്തെ സുധീഷ്ണനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. സുധീഷ്ണൻ്റെ ഗുരുവായിട്ടുള്ള അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയിട്ട് എനിക്ക് കുറച്ച് കാലം താമസിക്കണം, അതിന് എൻ്റെ മനസ്സ് ശരിക്കെന്നെ ആഗ്രഹിക്കണു, എനിക്ക് ധൃതിയായി എന്ന് പറഞ്ഞു. അതോഹമാഗതോ ദ്രഷ്ടും മധൃതേ നാന്യസാധനം മന്മന്ത്രോപാസകാലോകേ മാമേവ ശരണം ഗത. എന്നെ തന്നെ ശരണാഗതി അടഞ്ഞവരും എൻ്റെ മന്ത്രം ജപിച്ച് പരിശുദ്ധരായവരും നിരപേക്ഷ ഒന്നിനു വേണ്ടിയും ആഗ്രഹിക്കാത്തവരും നാന്യഗതാസ്തേഷം അന്യരെ ഒന്നും ആശ്രയിക്കാത്തവർക്കാർക്കൊക്കെ ഞാൻ ദർശനം കൊടുക്കുന്ന. ദൃശ്യോഹമന്വഹം സ്തോത്രമേതൽ പഠേദ്യസ്തു. ഈ സ്തോത്രം പഠിക്കുന്നവരെ ത്വൽകൃതം മത്പ്രിയം സദാ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഈ സ്തോത്രം എന്ന് പറയുന്നുണ്ട് അല്ലേ. സദ്ഭക്തിർമേ ഭവേത് തസ്യ ജ്ഞാനം ച വിമലം ഭവേത്. അവർക്ക് ഭക്തിയും ജ്ഞാനം ഉണ്ടാവും. ത്വം മമോപാസനാദേവ വിമുക്തോസീഹ സർവദാ. അങ്ങയ്ക്ക് ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തി. ദേഹാന്തേ, അതായത് മരണസമയത്ത് മമ സായുജ്യം ലപ്സ്യസേ നാത്ര സംശയ ഗുരും തേ ദ്രഷ്ടുമിച്ഛാമി ഹ്യഗസ്ത്യം മുനിനായകം കിഞ്ചിൽ കാലം തത്ര വസ്തും മനോമേ ത്വരയത്യലം. ഇനി ഇതിൽ രണ്ട് ശ്ലോകം കൂടിയുള്ളൂ ഇനി ഇതിൽ കേട്ടോ. 40 ഈ സർഗത്തിലെ സുതീക്ഷ്ണോപി തഥേത്യാഹ ശ്വോ ഗമിഷ്യസി രാഘവ അഹമപ്യാഗമിഷ്യാമി ചിരാദൃഷ്ടോ മുനിഃ സുതീക്ഷ്ണ അഭി. സുതീക്ഷ്ണനും തഥാ ഇതി ആഹ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. രാഘവ ശ്വഃ ഗമിഷ്യസി. രാമ നാളെ ഇവിടെ താമസിച്ചിട്ട് നാളെ പോകാമെന്ന്. ശ്വഃ എന്ന് പറഞ്ഞില്ലേ, ശ്വ എന്ന് പറഞ്ഞാൽ നാളെയാണ്. ശ്വഃ ഗമിഷ്യസി നാളെ പോകാമെന്ന്. അഹമപി ആഗമിഷ്യാമി ഞാനും അഗസ്ത്യമുനിയുടെ ആശ്രമം വരെ വരാമെന്ന്. മഹാമുനിഹി ചിരാത് ദൃഷ്ട മഹാനായ മുനിയെ ഞാൻ ചിരാദൃഷ്ട കുറേ കാലമായി കണ്ടിട്ടാണ്. അപ്പോൾ എന്താണ് സുധീഷ്ണൻ പറഞ്ഞാൽ, ശരി അങ്ങനെ ആവട്ടെ പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ നാളെ രാവിലെ പോവാം, ഞാനും അങ്ങയുടെ കൂടെ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് വരാം, ഞാനും അഗസ്ത്യമുനിയെ കണ്ടിട്ട് വളരെ കാലമായി എന്ന് പറഞ്ഞു. നമ്മളൊക്കെ പറയണ പോലെ പറഞ്ഞു. സുതീക്ഷ്ണോപി തഥേത്യാഹ ശ്വോ ഗമിഷ്യസി രാഘവ അഹമപ്യാഗമിഷ്യാമി ചിരാത് ദൃഷ്ടോ മഹാമുനി. ഇനി അവസാനത്തെ ഈ സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകം കേട്ടോ. അഥ പ്രഭാതേ മുനിനാ സമേതോ രാമ സസീത സഹ ലക്ഷ്മണേന അഗസ്ത്യ സംഭാഷണലോലമാനസ ശനൈരഗസ്ത്യാനുജമന്ദിരം യയൗ. അഥ പ്രഭാതേ പിറ്റേ ദിവസം രാവിലെ, അതാണ് അനന്തരം പ്രഭാതത്തിൽ നിന്ന്. മുനിനാ സമേത, അതായത് സുതീക്ഷ്ണനോട് കൂടിയവരും
സ സീതാലക്ഷ്മണേന സഹ സീതാലക്ഷ്മണസഹിതനായിട്ടും അഗസ്ത്യ സംഭാഷണ ലോലമാനസ അഗസ്ത്യനോട് സംഭാഷണം ചെയ്യുന്നതിൽ അങ്ങേയറ്റം ഔത്സുക്യത്തോടു കൂടിയവനുമായ രാമ ശനൈഹി രാമൻ പതുക്കെ പതുക്കെ അഗസ്ത്യാനുജമന്ദിരം യയൗ അഗസ്ത്യാനുജമന്ദിരത്തെ പ്രാപിച്ചു. അതായത് പിറ്റേ ദിവസം രാവിലെ സുദീക്ഷൻ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ശ്രീരാമൻ സുദീക്ഷനോടും സീതയോടും ലക്ഷ്മണനോടും കൂടി പിന്നെ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അഗസ്ത്യരോട് സംഭാഷണം ചെയ്യാൻ അങ്ങേയറ്റം ഔത്സുക്യത്തോടെ അഗസ്ത്യാനുജൻ്റെ അഗ്നിജിഹ്വൻ എന്നു പേരായ മുനിയുടെ ആശ്രമത്തെ അഗസ്ത്യാനുജ മന്ദിരം, അതായത് അഗസ്ത്യൻ്റെ അനിയൻ്റെ ഒരാൾ അഗ്നിജിഹ്വൻ എന്നു പേരായ മുനിയുടെ ആശ്രമത്തെ അഗസ്ത്യാനുജൻ്റെ എന്ന് പറയുന്നുണ്ടല്ലോ, അഗസ്ത്യാനുജ മന്ദിരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഗസ്ത്യൻ്റെ അനുജനായ അഗ്നിജിഹ്വൻ എന്നു പേരായ മുനിയുടെ ആശ്രമത്തിലേക്ക് മെല്ലെ അതാണ് ശനൈഹി എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിച്ചുകൊണ്ട് എത്തിച്ചേർന്നു. മന്ദിരത്തെ പ്രാപിച്ചു എന്ന് പറയണ്ടേ, എത്തി എന്ന് പറയണ്ടല്ലോ. അപ്പോൾ 41 കഴിഞ്ഞ് നമുക്ക് ഈ സർഗം കഴിഞ്ഞു. അപ്പോൾ അതോടെ സുദീക്ഷണൻ്റെ ആ ഇത് കഴിഞ്ഞു, സംവാദം കഴിഞ്ഞു, അല്ലെങ്കിൽ സ്തുതിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ അടുത്തതിലാണ് ഈ തുടർന്ന് നമ്മൾ പോണത്. അപ്പോൾ ഈ 41 വായിച്ച് നമുക്ക് ഈ സെഷൻ ഇവിടെ നിർത്താം. അഥ പ്രഭാതേ മുനിനാ സമേതോ രാമ സീത സഹ ലക്ഷ്മണേന അഗസ്ത്യ സംഭാഷണലോലമാനസ ശനൈരഗസ്ത്യാനുജമന്ദിരം യയൗ. അങ്ങനെ അഗസ്ത്യാനുജമന്ദിരത്തിലെത്തി എത്തിച്ചേർന്നു. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡേ 2 സർഗഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.